ഇന്ന് ജൂലൈ 28 9 OTT റിലീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഏജന്റ് എന്ന സിനിമ ഇപ്പോഴത്തെ തിയേറ്ററുകളിൽ നിന്നും മറ്റൊരു പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. ഇന്ന് ജൂലൈ 28 രാത്രി 8 മണിക്ക് ഹിന്ദി ടെലിവിഷൻ പ്രീമിയർ ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ് ഏജന്റ്. അഖിൽ അക്നേനി, മമ്മൂട്ടി തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തിയ സിനിമ ഗോൾഡ് മൈൻസ് ചാനലിലൂടെയാണ് ടെലിവിഷൻ പ്രീമിയറിനായിട്ട് ഒരുങ്ങുന്നത്. രണ്ടാമത്തേത് പ്രാപ്പേഡ എന്നൊരു മലയാളം സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം നേരത്തെ സർക്കാരിന്റെ OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ സിനിമ സൈന പ്ലേയിലൂടെ റിലീസ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. കമ്മിങ് സൂൺ പോസ്റ്റർ വന്നിരിക്കുകയാണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ കലാഭവൻ ഷാജോൺ നായകനെത്തിയ സിനിമയാണ് ഇതുവരെ. ചിത്രം ഇപ്പോഴത്തെ യൂട്യൂബിൽ ലഭ്യമാണ്. മോളിവുഡിൽ ഈ വർഷത്തിലെ വൻ തരംഗമായ ഫഹദ് ഫാസൽ സിനിമയാണല്ലോ ആവേശം. ആദ്യം മലയാളം ഭാഷയിൽ ആമസോൺ പ്രൈമിലൂടെയും ഹിന്ദി ഭാഷയിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയും റിലീസ് ചെയ്ത സിനിമ ഇപ്പോഴത്തെ തമിഴ് ഭാഷയിൽ, അതായത് തമിഴ് ഡബ് വെർഷൻ ആമസോൺ പ്രൈമിലൂടെയും ലഭ്യമാക്കിയിരിക്കുകയാണ്. വീഡിയോയിലെ 5ാമത്തെ അപ്ഡേറ്റ് നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ കിങ്ഡം ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ആഴ്ച ഇന്ത്യൻ ഭാഷകളിലടക്കം റിലീസ് ചെയ്യുകയാണ്. നേരത്തെ ഇംഗ്ലീഷ് ഭാഷയിൽ റിലീസ് ചെയ്ത സിനിമ ഓഗസ്റ്റ് 2 മുതൽ ഈ ആഴ്ചയാണ് ഇംഗ്ലീഷ്, തമിഴ്, തെലുഗു, ഹിന്ദി ഭാഷകളിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ റിലീസ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. നേരത്തെ നെറ്റ്ഫ്ലിക്സിലൂടെ വർഷങ്ങൾക്ക് മുന്നേ റിലീസ് ചെയ്ത ഹസൻ ദിൽ റുബയുടെ രണ്ടാം ഭാഗമായ ഫിർ ഐ ഹസൻ ദിൽ റുബ നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് 9 മുതൽ OTT റിലീസ് ചെയ്യുകയാണ്. ഈ സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ്. തപ്സി പനു നായികവേഷത്തിലെത്തിയ സിനിമ ഹിന്ദിക്ക് പുറമെ കൂടുതൽ ഭാഷകളിൽ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. ഈ ആഴ്ച ഒരു സീരീസ് കൂടി OTT റിലീസ് ചെയ്യുകയാണ്. ബൃന്ദ എന്നാണ് സീരീസിന്റെ പേര്. തൃഷയും മലയാളത്തിൽ നിന്ന് ഇന്ദ്രജിത്ത് സുകുമാരൻ കൂടി ഭാഗമായ ബൃന്ദ സീരീസ് സോണി ലിവിലൂടെ ആയിരിക്കും റിലീസ് ചെയ്യുക. ഓഗസ്റ്റ് 2 മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി, ബംഗാളി, മറാത്തി ഭാഷകളിൽ സീരീസ് ലഭ്യമാകുന്നതാണ്. വീഡിയോയിലെ 8ാമത്തെ അപ്ഡേറ്റ് ആനന്ദപുരം ഡയറീസ് എന്ന നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ മീന നായികവേഷത്തിലെത്തിയ മലയാളം സിനിമയുടെ അപ്ഡേറ്റ് ആണ്. മനോരമ മാക്സിന്റെ കമ്മിങ് സൂൺ OTT പോസ്റ്റർ പുറത്തു വന്നു കഴിഞ്ഞ സിനിമ ഈ ഓഗസ്റ്റ് മാസം തന്നെ OTT റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. OTT റിലീസ് തീയതി പ്രഖ്യാപനം ഉടനെ തന്നെ പ്രതീക്ഷിക്കുന്നു. അവസാനത്തെ അപ്ഡേറ്റ് ഒരുപാട് പ്രേക്ഷകർ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന പവി കെയർ ടേക്കറിന്റെ അപ്ഡേറ്റ് ആണ്. മനോരമ മാക്സിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ വന്നിട്ട് ആഴ്ചകളായെങ്കിലും ഇനിയും ദിലീപ് സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി പ്രഖ്യാപനം OTT പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിട്ടില്ല. പവി കെയർ ടേക്കർ എന്ന സിനിമ കൂടാതെ മനോരമ മാക്സിന്റെ കയ്യിൽ നിലവിൽ കൈ നിറയെ സിനിമകളുണ്ട്. കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത പാരഡൈസിന് ശേഷം മനോരമ മാക്സിലൂടെ വരാനിരിക്കുന്ന അടുത്ത മലയാളം സിനിമ ഏതായിരിക്കുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. പവിയുടെ OTT റിലീസ് ഈ ഓഗസ്റ്റ് മാസം തന്നെ ഉണ്ടാകും. ഏതാഴ്ച ലഭ്യമാകുമെന്നാണ് അറിയേണ്ടത്. കാത്തിരിക്കും ഒഫീഷ്യൽ OTT റിലീസ് തീയതി അപ്ഡേറ്റിനായിട്ട്.